ഈ അബോഷൻ ഈ താത്തയ്ക്കൊന്നും വേറെ പണിയില്ല, നാണമില്ല ഇവർക്ക്, വേറൊന്നുമല്ല. അബോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമരഹിതമാണ്. അറിഞ്ഞോ രേണു സുധിയെ പറ്റി അനാവശ്യം പറഞ്ഞു? ആരാണ് അനാവശ്യം പറഞ്ഞത്? മുള്ളിത്താത്ത കൊച്ചി കള്ളി. കേക്കാം, വീഡിയോയിലേക്ക് പോകാം. മക്കളെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാവേ. പറഞ്ഞേ മറ്റേ സൂചിച്ചേട്ടൻ മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടോ ചോദിച്ചപ്പോ. എങ്ങനെ പേഴ്സണൽ ആയിട്ട് പറയല്? കൊച്ചു പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യമൊക്കെ എടുത്ത് പബ്ലിക് ഇടാൻ വെച്ചി എന്താ ചേച്ചി ഇങ്ങനെ? ആ കൊച്ചു പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞല്ലേ? ആണോ ചേച്ചി? ആ കുഞ്ഞു ചേച്ചിയോട് പേഴ്സണൽ ആയിട്ടല്ലേ ഒരു കാര്യം പറഞ്ഞു? ചേച്ചി ഞാൻ പേഴ്സണലായിട്ട് പറയാം, ചേച്ചിയോട് ആയതുകൊണ്ട് പറയാന്ന് പറഞ്ഞിട്ട് പറയല്ലേ? അത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ എടുത്തിട്ട് അങ്ങ് ഉള്ള വെച്ച്. ശരി, നമുക്ക് ബാക്കിയേക്കാം. അപ്പുറത്ത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളായിരിക്കും. അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ആൾക്കാർ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന്. ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല, വേറെ ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാ ഇവള് ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് കാര്യം. ജെന്യുവിനിറ്റി ഇല്ലാച്ച നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കഥയില്ല. ഇപ്പൊ കേരളം മൊത്തം സപ്പോർട്ട് കിട്ടിയ ഒരാളാ ഞാൻ. അപ്പൊ എനിക്ക് എവിടെ ഇപ്പോഴും ഞാനിപ്പൊ പറഞ്ഞ കാര്യങ്ങള് പിന്നെ മാറ്റി പറയാറില്ല. എപ്പൊ പറഞ്ഞാലും അത് അതുപോലെ തന്നെ പറയാറ്, ഒരു മാറ്റം ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇവളൊരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യവും പറയാം. ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യമില്ലേ, ഇവളാകപ്പാട് എയർടെല്ലാണ് ഐഡിയ ആയിരുന്നു ഇവളുടെ. ഞാൻ എയർടെലും അവൾ ഐഡിയും തൊട്ട് ഒരേ ഓഫീസ് തന്നെ, 2 ക്യാബിനായിട്ട്. അപ്പൊ അവിടെയാണ് അവള് വർക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ എവിടെ അവള് ജോലി ചെയ്തിട്ടില്ല. പക്ഷെ അവള് പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട്, ആ എയർപോർട്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് കള്ളത്തരാണ് പറയുന്നത്. അപ്പൊ അതുപോലെ അതൊക്കെ എന്തായാലും ആവട്ടെ, ഇപ്പൊ കുറച്ച് സ്വയം പൊക്കി പറയാ, അല്ലെങ്കിൽ കുറച്ച് പരദൂഷണം പറയാ, ഇതൊക്കെ പെൺപിള്ളേരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഇവള് ചെയ്ത ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധം ഉണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴും? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഇതൊന്നും എടുത്ത് പബ്ലിക് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കൊച്ച് പേഴ്സണലായിട്ട് പറയാ, ആലോചിച്ച് പറയുന്ന പോലെ ആ കൊച്ച് ഇത്താതെ ഞാൻ വിളിക്കൂ. ഇത്ത എന്ന് വെച്ചാൽ ചേച്ചി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വിളിക്കൂ. ഇത്ത അറിയണം, ഇതൊന്നും പുറത്തിടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അബോഷനെ പറ്റി താങ്കളൊക്കെ ഇതൊക്കെ ഇത് ചെയ്യാനേ കുറ്റമാണ്, ചെയ്യുന്നതേ കുറ്റമാണ്. ഈ ഹനാൻ എന്ന് പറഞ്ഞാൽ അവള് കൂടെ പോയിട്ടുണ്ട്. ആ കൊച്ച്, ആ ഹനാൻ എന്ന് പറഞ്ഞാൽ ആ മോളും കൂടെ അകത്താവുന്ന കേസാണ് ഈ മുള്ളിത്താത്ത ഇപ്പൊ ചെയ്ത പണി. മനസ്സിലായോ? ഇതിന്റെ ബാക്കി എനിക്ക് ഇതിൽ ഇവിടെ പ്ലേ ചെയ്യാൻ വയ്യ. നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മുടെ ചാനലിലേക്ക് പോവുക, അവിടെ കിടപ്പണ്ടി വീഡിയോ ബാക്കി കാണുക പോയി കേട്ടോ. അതെന്നാലും കാണിച്ചത് പോസ്കോ കേസാണ്. പോസ്കോ കേസല്ല, സോറി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാണിച്ച പരിപാടി വേറെ പരിപാടിയാണ്. അപ്പൊ നമ്മുടെ സുധിച്ചേട്ടന്റെ വൈഫ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. സുധിച്ചേട്ടന്റെ വൈഫിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വരൂ രണ്ടു സുധി, കം ഓൺ ദ സ്റ്റേജ്. താത്തയ്ക്കൊന്നും വേറെ പണിയില്ല, നാണമില്ല ഇവർക്ക്, വേറൊന്നുമല്ല. അബോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമരഹിതമാണ്. അതൊന്നും നമ്മുടെ താത്തയ്ക്ക് അറിഞ്ഞൂടാ. നീ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടു, മനസ്സിലാക്കി കൊടു. മനസ്സിലാക്കേണ്ട പറഞ്ഞല്ല, ചെയ്ത് കാണിച്ചു കൂടെ. അങ്ങോട്ട് പബ്ലിക് വന്നിരുന്നിട്ട് മാനനഷ്ടത്തിനെ കൊണ്ട് കേസ് കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് ഇതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ്, ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് പബ്ലിക് ഫിഗറായ താങ്കളെ, ഒരു ബിഗ് ബോസിൽ അഭിനയിച്ച താങ്കളെ എന്തെല്ലാം അപരാധങ്ങളാണ് ഈ പെണ്ണിനെ, ഈ രേണുവിനെ പറ്റി ഇവര് ഈ തെരുത്താത്ത ടീമുകളൊക്കെ ഇരുന്ന് പറയുന്നത്. അപ്പം രേണു ഒരു കാര്യം ചെയ്യണം, ഇത് കേസാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉൾപ്പെടെ വരണം. തീർച്ചയായിട്ടും വരണം. കാരണം ഈ പറഞ്ഞ ഈ മറ്റേ ഹനാനോ പുള്ളിക്കാരിയുടെ വോയിസ്, പുള്ളിക്കാരിക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പേരൊക്കെ എടുത്തിട്ട് വെറുതെ പറയാൻ നാണമില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുവാകട്ടെ, ഇപ്പൊ ആണേലും അല്ലേലും
ആ അബോഷൻ എന്നൊക്കെ പറയുന്നത് കുറ്റകൃത്യമാണ്. അത് പറഞ്ഞവൻ രംഗത്ത് വരിക. ചെയ്തവർക്ക് മാത്രമല്ല കുറ്റം, ഈ കൂടെ പോയവർ ഡോക്ടർമാർക്ക് കുറ്റമാണ്, എല്ലാവർക്കും കുറ്റകൃത്യമാണ് അത്. ചുമ്മാ ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യത്തിനെ കുറിച്ച് രേണു എന്താ പ്രതികരിക്കാത്തത്? ഈ പറഞ്ഞാണ് കാരുടെ വാ മൂടി കെട്ടാൻ. ആരുടെ വാ മൂടി കെട്ടാൻ? ഒരെണ്ണം വേണ്ടി കഴിഞ്ഞാൽ അടുത്ത് ഒരുത്തനിട്ടല്ലോ അതിൽ ബ്ലോഗർ പിന്നെ പ്രതികരിക്കുന്നില്ല. എടാ എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ. നിന്റെയൊക്കെ മുന്നിൽ പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് പ്രതികരിക്കണ്ടല്ല, ചേച്ചി തന്നെ പറയും. Of the video, this video is conclusion. ഇതിന്റെ നമുക്ക് ഇത് വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഹനാൻ കുഞ്ഞിന് രേണുവിനോടുള്ള അസൂയ അങ്ങട് മൂത്ത് അങ്ങ് നിർവൃതി അടയുകയാണ്. അങ്ങ് മൂർധാന്യത്തിലെത്തുമ്പോൾ ഹനാന്റെ വായിൽ നിന്ന് പൊഴിയുന്ന ചില നട്ടാൽ കുരുക്കാത്ത ചില നുണകളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ ദരിദ്രത്തെ നമുക്ക് മനസ്സിലാക്കി തരിക. ആ ഒരു സൽക്കർമ്മമെങ്കിലും നമ്മുടെ ദരിദ്രത വിളിച്ച് ഇത്ര നേരമൊക്കെ സംസാരിച്ച് ഹനാനുമായിട്ട് കത്തിവെച്ചു. 13-14 മിനിറ്റ് സംസാരിച്ച വീഡിയോ കണ്ട് അവിടെ ചാനലിൽ കിടക്കുന്നത്. രേണുവിനെ ഒരുപാട് ദ്രോഹിച്ചതാണ് ബിഗ് ബോസിലൂടെ. ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് താങ്കൾ ആ പഴയ വീഡിയോസൊക്കെ എടുത്തത് ജസ്റ്റ് ഒന്ന് കണ്ടു, വേണ്ട കണ്ടാ വെറുത്തു. ജസ്റ്റ് നിങ്ങൾ അത് ഓട്ടിച്ചിട്ടത് കാണുക, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ലീഗലി മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനൊന്നും ആരെ ഒന്നും തേജോവധം ചെയ്യാനൊന്നും റിയാക്ട് ചെയ്യുന്ന ചാനലാണെന്ന് പറയാം, അങ്ങനൊന്നും ചെയ്യാനൊന്നും നമ്മളെ അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല കേട്ടോ. എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞ് ഒരാളെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. ഫുള്ള് ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. എന്തൊക്കെയാ ബോഡി ഷേമിങ് നടത്തുവാ. ഓക്കെ, ഇവിടെ ഇച്ചിരി വെളുത്ത് കീറിയിരിക്കും, പുട്ടിയാണെന്തോ എനിക്കറിയത്തില്ല. പുട്ടിയല്ല, ഇച്ചിരി വെളുത്തിരിക്കുന്നത്, കൊച്ചിച്ചിരി കറുത്തു പോയായിരിക്കും. അപ്പൊ അതിന് ഇതിന്റെ കളറൊക്കെ വെച്ച് ബോഡി ഷെയിം ചെയ്യാനും പിന്നെ അതിന്റെ പല്ലിനെ പറ്റി ആവശ്യമില്ലാത്ത പറയാൻ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്ന് വെച്ചാൽ ഇയാളങ്ങ് വലിയ കൊമ്പത്താളല്ലേ. സുൽത്താൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. സന്തോഷമായി പാലിട്ട, സന്തോഷമായി. അപ്പൊ ശരിയെന്നാ, ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മുടെ വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യുവാനായിട്ട് നമുക്ക് പ്രചോദനം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം. ഞാൻ എങ്ങനെയാണ് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ചിലപ്പം എൻ്റെ അവതരണ ശൈലി ഇഷ്ടപ്പെട്ടില്ലയോ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ബൈ. പിന്നെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.